Hello! Chapter 5 Plants and Animals Live Together. നമ്മളിപ്പോൾ 5th ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പാർട്ട് 1 ഫസ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എവിടെ വരെയാണോ ഡിസ്കസ് ചെയ്തത് അതിന്റെ ബാക്കിയായിരിക്കും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇതിന്റെ ബാക്കി നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ആക്ടിവിറ്റി 2. Stand near your plant friend and look around. നിങ്ങളുടെ പ്ലാൻ ഫ്രണ്ടിന്റെ അടുത്ത് പോയി നിന്നിട്ട് ചുറ്റുഭാഗവും നിരീക്ഷിക്കുക. How many different animals can you spot? എത്ര different types of animalsനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? Describe them in words and fill in the table. You may use the given pictures if needed. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ കണ്ട എല്ലാ ആനിമൽസിനെ പറ്റിയും ഈ ടേബിളിൽ ഡിസ്ക്രൈബ് ചെയ്യണം. എങ്ങനെയാ ചെയ്യാ? ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കാം. I saw a small hopping insect. എവിടെയാ കണ്ടത്? It was on the grass. ഞാനത് പുല്ലിലാണ് കണ്ടത്. നിങ്ങൾ കണ്ടപ്പോ അത് എന്തായിരുന്നു ചെയ്യുന്നത്? ജമ്പിങ് അറൗണ്ട്. അത് ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നെക്സ്റ്റ് വൺ, എ തിൻ പ്ലാന്റ് ദാറ്റ് കേൾസ്. ആനിമലിനെ മാത്രമല്ല, ചെറിയൊരു പ്ലാന്റ്, കേൾ ചെയ്യുന്ന ഒരു പ്ലാന്റിനെ കണ്ടു. എവിടെയായിരുന്നു അതുണ്ടായിരുന്നത്? അനദർ പ്ലാന്റ് നിയർ ബൈ. വേറൊരു പ്ലാന്റിന്റെ അടുത്തായിരുന്നു. നത്തിങ്. അതെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇനി എ ബ്ലാക്ക് ബേർഡ്. അതെവിടെയാ കണ്ടത്? എന്തായിരുന്നു ചെയ്യുന്നത്? ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ഫ്രണ്ടിന്റെ അടുത്ത് പോയി ചുറ്റും നോക്കുമ്പോൾ ഏതൊക്കെ പ്ലാന്റിനെ കണ്ടോ അതൊക്കെ ഈ ടേബിളിൽ ഫിൽ ചെയ്യണം. ഇവിടെ കുറച്ചുകൂടി എക്സാമ്പിൾസ് പിക്ചേഴ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതും എങ്ങനെ എഴുതണമെന്ന് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഫസ്റ്റ് വൺ, റെഡ് ബഗ്സ് ഓൺ എ റോട്ടിംഗ് ഫ്രൂട്ട്. അപ്പൊ നിങ്ങൾ ഈ ടേബിളിൽ എങ്ങനെ എഴുതും? I saw red bugs. എവിടെയായിരുന്നു കണ്ടത്? ഓൺ എ റോട്ടിംഗ് ഫ്രൂട്ട്. ഒരു ചീഞ്ഞുകൊണ്ടിരിക്കുന്ന ചീത്തയായ ഫ്രൂട്ടിന്റെ മേലെയാണ് കണ്ടത്. എന്താണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇറ്റ് വാസ് ഈറ്റിംഗ് ദ ഫ്രൂട്ട്. അതിനുശേഷം ഞാനൊരു ബ്ലൂ ഫ്ലൈയിങ് ഇൻസെക്റ്റിനെ കണ്ടു. അപ്പൊ അങ്ങനെ ഇവിടെ തന്നിരിക്കുന്ന മറ്റ് എക്സാമ്പിൾസും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾ കാണുന്ന എല്ലാ ആനിമലിനെയും നിങ്ങളുടെ കയ്യിലുള്ള ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ കോളത്തിലും ഫിൽ ചെയ്യണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ഡു യു നോ animals, birds and insects use different parts of plant for food, shelter and resting. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പലതരം ആനിമൽസും ബേർഡ്സും ഒക്കെ പ്ലാന്റ്സിന് എങ്ങനെയാണ് റിലേ ചെയ്യുന്നത്. അവര് ഫുഡിന് വേണ്ടിയും ഷെൽട്ടറിന് വേണ്ടിയും റെസ്റ്റിങ്ങിന് വേണ്ടിയും ഒക്കെ പ്ലാന്റ്സിനെ യൂസ് ചെയ്യും. എന്നാൽ എല്ലാ ജീവികളും പ്ലാന്റ്സിന്റെ സെയിം പാർട്സ് അല്ല യൂസ് ചെയ്യുക. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, നോക്കാം. Camels eat leaves of plants. നമ്മൾ ക്യാമലിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്യാമല് പ്ലാന്റ്സിന്റെ ലീവ്സ് ആണ് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. എന്നാൽ ബേർഡ്സ് ലൈക്ക് owls യൂസ് ഹോളോസ് ഇൻ ദ ട്രീസ് ടു ബ്രിങ് അപ്പ് their young ones. അപ്പൊ ഔൾസ് പ്ലാന്റ്സിന്റെ ലീഫ് കഴിക്കുകയല്ല ചെയ്യുക. അതിന് പകരം എന്താ ചെയ്യുക? മരത്തിന്റെ മുകളിലുള്ള ഹോളോസ്, ചെറിയ ചെറിയ ഹോളുകളിൻ്റെ ഉള്ളില് അവരുടെ കുട്ടികളെ വളർത്തി അവരതൊരു കൂടായിട്ട് യൂസ് ചെയ്യും. Squirrels and crows use twigs from plants to build their nest and to bring up their young ones. സ്ക്യൂറൽസും ക്രോസും ഒക്കെ മരത്തിന്റെ മുകളിൽ നെസ്റ്റ് ഉണ്ടാക്കും. സ്ക്യൂറൽസ് ഓൾറെഡി നമുക്കറിയാം, അതും ഹോളോസിലൊക്കെയാണ് നെസ്റ്റ് ഉണ്ടാക്കുക. അതിനു വേണ്ടി അവര് പ്ലാന്റ്സിന്റെ ട്വിങ്സും, അതായത് ചെറിയ ചെറിയ ചില്ലകളൊക്കെ കളക്ട് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് അതിന്റെ നെസ്റ്റ് ഉണ്ടാക്കുക. മങ്കീസ് ലവ് ഈറ്റിംഗ് ദ ഫ്രൂട്ട്സ് ഓഫ് പ്ലാന്റ്സ്. മങ്കീസും പ്ലാന്റ്സിൽ തന്നെയാണ് താമസിക്കുക അല്ലേ? പ്ലാന്റ്സിന്റെ ബ്രാഞ്ചസിലാണ് അത് ഉറങ്ങുക, അവിടെയാണ് അത് താമസിക്കുക. അത് കൂടാതെ പ്ലാന്റ്സിന്റെ ഫ്രൂട്ട്സ് കഴിക്കാൻ മങ്കികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മങ്കികൾ ജീവിക്കുന്നത് ഇതേപോലത്തെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടാണ്. Sunbirds and butterflies drink nectar from different flowers. ഇവിടെ ബട്ടർഫ്ലൈസും പിന്നെ സൺബേർഡ്സും ഒക്കെ അവര് ജീവിക്കുന്നത് ഫ്ലവറുകളിൽ നിന്ന് നെക്ടർ കുടിച്ചിട്ടാണ്.
Tyler birds stitch leaves of plants to build their nest. Tyler bird ഇലകള് സ്റ്റിച്ച് ചെയ്ത് കൂടുണ്ടാക്കിയിട്ടാണ് ടൈലർ ബേർഡ് അതിന്റെ കുഞ്ഞു കിളികളെ അതിൻ്റെ ഉള്ളിൽ വളർത്തിയെടുക്കുന്നത്. ഇനി bats and leopards use the branches of trees to rest and for shelter. ഇവിടെ ബാറ്റ്സ് വവ്വാലുകള് പിന്നെ ലെപ്പേർഡ്സ് ഇതൊക്കെ പ്ലാന്റ്സിന്റെ ബ്രാഞ്ചസിലാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. Caterpillars munch on different leaves of plants for food. കാറ്റർപില്ലേഴ്സ് പല പ്ലാന്റ്സിന്റെയും ഇലകളാണ് ഭക്ഷണമായി കഴിക്കുന്നത്. ഇത്രയും കണ്ടതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി? പ്ലാന്റ്സിന്റെ എല്ലാ ഭാഗങ്ങളും ഓരോ ജീവികളും ഉപയോഗിക്കും. ബ്രാഞ്ചസും ചെറിയ ചെറിയ ചില്ലകളും ഇലകളും ഫ്രൂട്ട്സും ഹോളോസും അങ്ങനെ പല ജീവികളും പല കാര്യങ്ങളായിരിക്കും പ്ലാന്റ്സിനെ ഉപയോഗിക്കുക. ആക്ടിവിറ്റി 3 നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. Sounds of birds. Close your eyes and try to listen to the sound of birds. Do you hear any bird sound? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുകയാണെങ്കിൽ കണ്ണടച്ച് ശ്രദ്ധയോടെ ചുറ്റും വരുന്ന സൗണ്ടുകൾ കേൾക്കാൻ ശ്രമിക്കാം. Do you hear any bird sound? നിങ്ങൾ ഏതെങ്കിലും ഒരു ബേർഡിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? Can you see which birds are making these sounds? അപ്പോൾ ഇങ്ങനെ കേൾക്കുന്ന ശബ്ദം ഏത് കിളിയുടെയാണ് അല്ലെങ്കിൽ ഏത് ബേർഡിന്റെയാണ് എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? Cup your ears with your hands as shown in the picture. പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് കണ്ടോ? ഇതേപോലെ നിങ്ങളുടെ കൈ ചെവിയുടെ പുറകിൽ വെച്ചിട്ട് ഏത് സൈഡിലേക്കാണോ നിങ്ങൾക്ക് കേൾക്കേണ്ടത് ആ സൈഡിലേക്ക് അതിനെ കപ്പ് ചെയ്ത് പിടിക്കാം. Point your face towards the direction of the bird sound. Can you hear the sound more clearly? നിങ്ങൾ വെറുതെ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ ക്ലിയർ ആയിട്ട് കൈ ഇങ്ങനെ വെച്ച് കപ്പ് ചെയ്ത് വെച്ച് കേൾക്കാൻ പറ്റുന്നുണ്ടാവും അല്ലേ? അതെ. നിങ്ങൾക്ക് ഏതൊക്കെ കിളിയുടെ സൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. ഞാനിവിടെ കുറച്ച് കിളികളുടെ ശബ്ദം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നിങ്ങൾ കണ്ണടച്ചിരുന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. ഇനി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്ക്രീനിൽ അതിന്റെ പിക്ചർ കാണിക്കാം. പക്ഷെ ആദ്യം നിങ്ങൾ കണ്ണടച്ച് ഏത് ബേർഡാന്ന് കാണാതെ തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ. ഇതൊരു പീജിയന്റെ സൗണ്ട് ആണല്ലേ? നെക്സ്റ്റ് വൺ. ഇതാരുടെ സൗണ്ടാ? അതെ, ഡക്കിന്റെ സൗണ്ട് ആണ്. ഈ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഇതൊരു വുഡ്പെക്കറിന്റെ ശബ്ദമാണ്. ഇത് വുഡ്പെക്കർ കരയുന്ന ശബ്ദമാണ്. ഇനി വുഡ്പെക്കർ വുഡില് ഇങ്ങനെ കൊത്തിക്കൊണ്ട് അതിന്റെ ഹോൾ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ടുക് 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 എന്ന ശബ്ദമായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. നെക്സ്റ്റ് വൺ. ഇതെല്ലാവർക്കും അറിയുന്ന ശബ്ദമായിരിക്കും അല്ലേ? ഇത് കാക്കയുടെ ശബ്ദമാണ്. കോഴിയാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയോ? ഓക്കെ, നെക്സ്റ്റ്. ഇതാരാണ്? കുയിലാണ്. കുക്കു. Different birds, different sounds. Recall the bird sound you have listened to. Try to produce the sound that different birds make. നിങ്ങൾ കേട്ട പക്ഷികളുടെ ശബ്ദം നിങ്ങൾ റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതേപോലെ ശബ്ദം ഉണ്ടാക്കാൻ നിങ്ങൾക്കും പറ്റുമെന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? Now, try to write down in the following table the sound of any birds you have heard. നിങ്ങൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും കിളിയുടെ ശബ്ദം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ നോക്കാം. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. പിജിയൻ. ഗുട്രുഗു ഗുട്രുഗു എന്നാണ് പിജിയന്റെ സൗണ്ട്.
നമുക്ക് അതേപോലെ 2-3 എക്സാമ്പിൾസ് എഴുതാം. പക്ഷേ നിങ്ങൾ കേട്ട ശബ്ദം നിങ്ങൾ സ്വന്തമായിട്ട് അതിന്റെ ശബ്ദം എങ്ങനെയാണ് എന്നുള്ളത് എഴുതണം. ക്രോ, കാ കാ, അല്ലേ? കാവ് കാവ് എന്നാണ് കാക്ക കരയുക. ഡക്ക്, ക്വാക്ക് 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 ക്വാക്ക്. നിങ്ങൾ കേട്ടു അല്ലേ ഓൾറെഡി ഡക്കിന്റെ ശബ്ദം. വുഡ് പെക്കർ, ടാപ്പ് ടാപ്പ് ടാപ്പ്. വുഡ് പെക്കർ കൊത്തുന്ന ശബ്ദമാണ് ടാപ്പ് ടാപ്പ് ടാപ്പ്. അത് കരയുന്ന ശബ്ദം നമ്മൾ ഓൾറെഡി കേട്ടു. അത് ശ്രദ്ധിച്ച് അതിനെ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കാം. If you do not hear any sounds of birds, what do you think is the reason? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ചുറ്റും ഏതെങ്കിലും കിളിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന്. ഒരു കിളിയുടെ പോലും ശബ്ദം കേൾക്കാനില്ല. എന്തായിരിക്കും റീസൺ? ആലോചിച്ച് നോക്കൂ. പല കാരണങ്ങളും ഉണ്ടാവും അല്ലേ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ബേർഡ്സ് കുഡ് ഹാവ് ഗോൺ സംവെയർ എൽസ് ഫോർ ഫുഡ്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ചുറ്റുപാടിലും ഒരു കിളി പോലും ഇല്ല. എല്ലാം പറന്ന് വേറെ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതായിരിക്കും. ഇനി do you hear more bird sounds in the morning, in the afternoon or in the evening? നിങ്ങൾ ഇത് എല്ലായിടത്തും ഒരുപോലെ ആവണമെന്ന് നിർബന്ധമില്ല. ചില സമയത്ത് രാവിലെ ഏർലി മോർണിംഗിൽ ചുറ്റും വേറൊരു ശബ്ദവും ഇല്ലാതെ നിങ്ങൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കിളികളുടെ ശബ്ദം കേൾക്കും. ഉച്ചയാവുമ്പോൾ മറ്റു ശബ്ദങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് കിളികളുടെ ശബ്ദം കുറച്ചേ കേൾക്കാൻ പറ്റുമായിരിക്കുള്ളൂ. അല്ലെങ്കിൽ അവർ ഫുഡ് കഴിക്കാൻ വേറെ സ്ഥലത്തേക്കൊക്കെ പോയി അങ്ങനെ ശബ്ദം കുറച്ച് കുറവായിരിക്കും. ഈവനിങ്ങിൽ എല്ലാം തിരിച്ചു വന്ന് അത് സ്ലീപ്പിങ്ങിന് വേണ്ടി റെഡിയാവുന്ന സമയത്ത് ഇതേപോലെ പിന്നെയും നല്ല ശബ്ദം വരും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഏർലി മോർണിംഗിൽ കൂടുതൽ ബേർഡ്സിന്റെ സൗണ്ട് കേൾക്കാം. ചില സ്ഥലത്ത് ഈവനിങ്ങിലായിരിക്കും അത് കൂടുതൽ കേൾക്കുന്നത്. അതായത് more birds in the early morning when it is peaceful. In the noon, birds are usually quieter as they might be resting. In the evening, some birds make sound as they get ready to sleep. അപ്പോൾ മോർണിംഗിലാണ് ഏറ്റവും കൂടുതൽ ശബ്ദം വരിക. ഈവനിങ്ങിൽ അത് കഴിഞ്ഞിട്ട് കൂടുതൽ ശബ്ദം വരും. പക്ഷെ ചില സ്ഥലങ്ങളിൽ നേരെ തിരിച്ചാണ്, ഈവനിങ്ങിലാണ് കൂടുതൽ വരിക. അപ്പം നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് നിങ്ങളുടെ വീടിന് ചുറ്റും അതെങ്ങനെയാണെന്നുള്ളത് കൃത്യമായി ഒബ്സർവ് ചെയ്തിട്ട് അത് ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് റിഫ്ലക്ട്, ഡിസ്കസ്. ഇനി ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷനിൽ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് വായിച്ചിട്ട് അതിന്റെ പോസിബിൾ ആൻസേഴ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യാം. What was the color and texture of 2 soil specimens that you collected during the previous activity? In which month did you pick them up? Did they smell different and can you describe the smells? നിങ്ങൾ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ സോയിൽ സാമ്പിൾ കളക്ട് ചെയ്തില്ലേ? ആ സോയിൽ സാമ്പിളിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അത് എന്തായിരുന്നു ഓരോന്നിന്റെയും കളറും ടെക്സ്ചറും, പിന്നെ നിങ്ങൾ ഏത് മാസമായിരുന്നു അത് പിക്ക് ചെയ്തത്, അതിന്റെ സ്മെല്ല് എങ്ങനെയായിരുന്നു. നമുക്ക് ഇങ്ങനെ എഴുതാം. The first soil was dark brown and grainy, picked in July during rainy season. It smelled fresh and earthy. പിന്നെയോ second soil was light brown and dry, picked in March during the dry season. It smelled dusty. സെക്കൻഡ് വൺ ഫസ്റ്റും ഫസ്റ്റ് വൺ സെക്കൻഡും ഒക്കെ എഴുതാം കേട്ടോ. ഇനി നിങ്ങൾ ഒറിജിനലി കളക്ട് ചെയ്ത സാമ്പിളിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് വിച്ച് മന്ത് ഡിഡ് ഫ്രഷ് ന്യൂ ലീവ്സ് അപ്പിയർ ഓൺ ദ പ്ലാന്റ് ദാറ്റ് യു വെയർ ഒബ്സർവിങ്? നിങ്ങൾ ഒബ്സർവ് ചെയ്ത സമയത്ത് പ്ലാന്റ്സിലൊക്കെ പുതിയ പുതിയ ലീവ്സും തളിരുകളും ഒക്കെ വന്നത് എപ്പോഴായിരുന്നു? സാധാരണയായി സ്പ്രിംഗ് മന്ത്സിലാണ് പുതിയ പുതിയ ഇലകളും പൂക്കളും ഒക്കെ വരുന്നത്. നമുക്ക് കേരളത്തിൽ മഴ പെയ്ത് കഴിഞ്ഞ് ജൂൺ മാസത്തിലും നമുക്ക് പറയാം, ജൂൺ മാസത്തിൽ നല്ല മൺസൂൺ മഴ വരുന്ന സമയത്ത് പുതിയ പുതിയ ഇലകളൊക്കെ ചെടിയിൽ വരും. Which animals, birds and insect did you notice around plants? നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ഫ്രണ്ടിന്റെ അറൗണ്ടിൽ ഏതൊക്കെ തരം ഇൻസെക്റ്റിനെയും ബേർഡ്സിനെയും ആനിമൽസിനെയും ഒക്കെ കണ്ടിരുന്നു? I noticed squirrels climbing the trees, sparrows and crows sitting on the branches, and butterflies and ants around the plants.
ഇത് മാത്രമല്ല ഇനിയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസെക്ട്സും ബേർഡ്സും ആനിമൽസും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങൾ എന്ത് കാണുന്നു അത് അതുപോലെ ആൻസർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Recall and write about how animals, birds and insects rely on plants. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ജീവികളും പ്ലാന്റ്സിന്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ബുക്കിൽ കൊടുത്തിരിക്കുന്നുണ്ട് അല്ലേ? ഒന്നുകൂടി നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യാം. Camels eat the leaves of the plant for food. Camelsനെയാണ് ഫസ്റ്റ് കാണിച്ചിരുന്നത്. അത് leaves of the plants കഴിക്കും. Squirrels and crows use twigs from plants to build their nest and raise their young ones. Sunbirds and butterflies drink nectar from various flowers. Birds like owls use hollows in the trees to raise their young ones. Monkeys love eating the fruits of plants. Tailor birds stitch leaves together to build their nest. Bats and leopards use tree branches for resting and shelter. Caterpillars munch on different leaves of plant for food. Which one was your favorite example? My favorite example is how sunbirds and butterflies drink nectar from flowers. Next question. What is soil made up of? Already chapter നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് വീഡിയോയിൽ അതുണ്ടായിരുന്നു. Soil is the topmost layer of Earth's surface. ഇത് അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. ഈ ക്വസ്റ്റിന് നിങ്ങൾ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ബിക്കോസ് ക്വസ്റ്റൻ ഇസ് വാട്ട് ഇസ് സോയിൽ മെയ്ഡ് അപ്പ് ഓഫ്? സോയിൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പീസസ് ഓഫ് റോക്സ്, ബ്രോക്കൺ ലീവ്സ്, റൂട്ട്സ്, സ്റ്റെംസ് ആൻഡ് ലിവിങ് ഓർ ഡെഡ് ആനിമൽസ് ലൈക്ക് ഇൻസെക്ട്സ്. റൈറ്റ്. ഇനി ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ആക്ടിവിറ്റീസിൽ ഒബ്സർവ് ചെയ്തിരിക്കുന്ന 2 ആനിമൽസിനെയും അതിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷനുമാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ കണ്ടത് സ്ക്വിറലിനെയാണെന്ന് കരുതുക. എങ്ങനെ നമുക്ക് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? ഫ്ലഫി ടെയിൽ ആൻഡ് എ സ്മോൾ റൗണ്ട് ബോഡി, അബൌട്ട് ദ സൈസ് ഓഫ് മൈ പെൻസിൽ ബോക്സ്. അതിന്റെ സൈസ് എൻ്റെ ഒരു പെൻസിൽ ബോക്സിന്റെ അത്ര ഉണ്ടായിരുന്നു. അതിന്റെ കളറ് ഗ്രേ കളർ ആയിരുന്നു. ചിലപ്പോൾ സ്ക്വിറലിന് ബ്രൗൺ കളറും ഉണ്ടാവും, ഒരു ആഷ് കളറും ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്ത സ്ക്വിറലിന്റെ കളർ എന്തായിരുന്നു എന്ന് ഈ ടേബിളിൽ ഫിൽ ചെയ്യാം. ഗസ് വൈ ദീസ് ആനിമൽസ് വെർ സ്റ്റേയിങ് നിയർ ദീസ് പ്ലാന്റ്സ്. നിങ്ങൾ ഒബ്സർവ് ചെയ്ത സമയത്ത് ഈ സ്ക്വിറൽ എന്തിനായിരുന്നു ആ പ്ലാന്റിന്റെ അടുത്ത് നിന്നിട്ടുണ്ടാവുക? To look for nuts and seeds to eat. അല്ലേ? What other interesting things did you notice about these animals? നിങ്ങൾ സ്ക്വിറലിനെ പറ്റി നട്ട്സ് ഒക്കെ തപ്പുന്നതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഒബ്സർവ് ചെയ്തിരുന്നോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. Squirrel was very quick and would jump from branch to branch using its tail for balance. ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറെ ബ്രാഞ്ചിലേക്ക് ചാടി 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 പോകുന്നുണ്ടായിരുന്നു. ഇനി അടുത്ത ആനിമൽ സേ ബട്ടർഫ്ലൈ. നിങ്ങൾ ഇനി ഒരു ബട്ടർഫ്ലൈനെയാണ് ഒബ്സർവ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? സോഫ്റ്റ് വിങ്സ് ആൻഡ് സ്ലിം ബോഡി, സ്മോളർ ദാൻ മൈ ഹാൻഡ്, ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കളേഴ്സ് അല്ലേ? ടു ഡ്രിങ്ക് നെക്ടർ ഫ്രം ദ ഫ്ലവേഴ്സ്. അപ്പൊ അത് ആ പ്ലാന്റിന്റെ അടുത്ത് ഉണ്ടായിരുന്നത് നെക്ടർ കുടിക്കാൻ വേണ്ടിയായിരുന്നു, ഫ്ലവേഴ്സിലുള്ള. What other interesting things did you notice about butterfly? Butterfly was resting on different flowers and I could see its wing shining in the sunlight. Next, draw. Remember you wrote about your plant friend. നിങ്ങൾ നിങ്ങളുടെ plant friendനെ പറ്റി എഴുതിയത് ഓർമ്മയുണ്ടല്ലോ. Now try and draw your plant friend. Use different colored small dots in your drawing to show the places where you spotted animals, birds or insects. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ പ്ലാന്റ് ഫ്രണ്ടിനെ വരയ്ക്കാം. നിങ്ങളുടെ പ്ലാന്റ് ഫ്രണ്ടിനെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. അതിനുശേഷം ഒരു ഡോട്ട് എവിടെയൊക്കെയായിരുന്നു നിങ്ങൾ ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ കണ്ടതെന്നുള്ളത് അവിടെയൊക്കെ ഡോട്ട് ഇടുക. ഇവിടെ ഒരു ആരോ മാർക്കാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ നിങ്ങൾ അവിടെയൊക്കെ കൃത്യമായിട്ട് ഓരോ ഡോട്ടുകൾ കൊടുക്കണം. നിങ്ങൾ എവിടെയായിരുന്നു ഇതിനെയൊക്കെ ഒബ്സർവ് ചെയ്തിരിക്കുന്നതെന്ന്.
Next, put in order. One day, Suma found a caterpillar on a tagar plant. She found it interesting. Caterpillarനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുമ. She observed it for 10 minutes. കണ്ടിന്യൂസ് ആയിട്ട് കാറ്റർപില്ലർ എന്താ ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു. It was eating tender leaves continuously. It was eating tender leaves continuously. Her mother came close to her. അപ്പൊ അവൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ അമ്മ അവിടേക്ക് വന്നു. She guided her to observe the caterpillar each day. അമ്മ പറഞ്ഞു, സുമ ഒരു കാര്യം ചെയ്യൂ, ഡെയിലി എല്ലാ ദിവസവും നീ വന്നിട്ട് ഈ കാറ്റർപില്ലറിനെ ഒബ്സർവ് ചെയ്യൂ, അതിന് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാലോ എന്ന്. സുമ became more curious. അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ സുമ വളരെ ക്യൂരിയസ് ആയി. അപ്പൊ സുമ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ സുമ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഓർഡർ തെറ്റിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു എൽഡറിന്റെ കൂടെ ഒന്നുകിൽ ടീച്ചറോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിന്റെ ഒക്കെ സഹായത്തോടെ ഇത് കറക്റ്റ് ഓർഡറിലാക്കാൻ പറ്റും. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് Now it was a butterfly. The caterpillar formed a cocoon. It flew away gently. One day it stopped eating. It came out of the cocoon. ഇതിനെ എങ്ങനെ ഓർഡർ ആക്കാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇപ്പൊ എന്താ ചെയ്യുന്നത് കാറ്റർപില്ലർ? അത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇലകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വൺ ഡേ ഇറ്റ് സ്റ്റോപ്ഡ് ഈറ്റിംഗ്. ഒരു ദിവസം പെട്ടെന്ന് അത് ഫുഡ് കഴിക്കുന്നത് നിർത്തി. എന്നിട്ടോ ദ കാറ്റർപില്ലർ ഫോംഡ് എ cocoon. ഫുഡ് കഴിക്കുന്നത് നിർത്തി കഴിഞ്ഞപ്പോൾ കാറ്റർപില്ലർ സ്വയം അതിന്റെ ചുറ്റും ഒരു കവർ പോലെ ഉണ്ടാക്കിയിട്ട് അത് കുക്കൂണായി മാറി. കണ്ടോ കുക്കൂൺ പിക്ചറിൽ? അതിനുശേഷം ഇറ്റ് കെയിം ഔട്ട് ഓഫ് ദ കുക്കൂൺ. അത് കുറേ ദിവസം അങ്ങനെ തന്നെ മരത്തിൽ തൂങ്ങിക്കിടന്നു. അങ്ങനെ ഒരു ദിവസം അത് കുക്കൂണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. Now it was a butterfly. ലാസ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് കാണാം അല്ലേ? Now it was a butterfly. It flew away gently. അത് പറന്നുപോയി. നിങ്ങൾക്ക് ഇത് ഓർഡർ സ്വന്തമായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, അപ്പോ ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഇതിന്റെ എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കണം. ഒബ്സർവേഷൻസ് ഒക്കെ ശരിക്ക് മനസ്സിലാക്കണം. നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.